ചോക്ലേറ്റ് മോസ് കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് മോസ് കേക്ക് എന്ന് പറയുമ്പം സിമ്പിളാണ്. കുറച്ച് എമൗണ്ട് നമ്മൾ ഈ കേക്കിന് വേണ്ടി മെനക്കെടുന്നതിൻ്റെ അത്ര പരിപാടിയൊന്നും ഇതിൻ്റെ അകത്തില്ല കേട്ടോ. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഒരു കവർ പാൽ വേണം കേട്ടോ. അപ്പം ഇത് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം. പാലിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടേക്ക് 3 ടീസ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ 1 കപ്പോളം പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് 3 ടീസ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു വിസ്ക് വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ട നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊരു അരിപ്പ അരച്ചെടുക്കുക. സംഭവം ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാം. നമ്മളിത് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മളുടെ 3/4 കപ്പോളം ചോക്ലേറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. കണ്ട അതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്നും കൂടെ നല്ലോണം തിളക്കണം. അപ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം. സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം തിളച്ച് വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് നല്ലോണം തിളക്കട്ടെ. ഇത് വൈറ്റ് കപ്പ് ഇത് ഈ ലൈറ്റിൻ്റെ കേട്ടോ. കണ്ടോ അടി പിടിക്കാതെ നോക്കിക്കോണം കേട്ടോ. ഇത് അടി ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്. പിടിക്കുന്നില്ല. നല്ലോണം തിള വരുമ്പോഴത്തേക്കും നമുക്കിതൊരു നല്ലോണം ചലിക്കാം. അപ്പോഴൊരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ ഇതിന് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ഓഫാക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഫിൽറ്റർ പേപ്പർ വെച്ച് സെറ്റാക്കിയ ഫിൽറ്റർ പേപ്പറല്ല ബട്ടർ പേപ്പർ വെച്ച് ഫിക്സ് ആയിരിക്കുന്നതിൽ പാത്രത്തിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നല്ല മണം, നല്ല ചൂട്. ഇപ്പം ഈ നല്ല ഒരു ചെറിയ ചൂടിൽ തന്നെ ഇതങ്ങ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം ആ പാത്രത്തിൽ അങ്ങ് ഒട്ടിയിരിക്കും. ഇവിടെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് 5 മണിക്കൂറത്തേക്ക് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ചൂടൊന്ന് മാറിയിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇത് നല്ല ഇതായിരിക്കുക. ചൂട് മാറുമ്പോഴത്തേക്കും നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. കട്ട് ചെയ്തു. നമ്മൾ നല്ല സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. എൻ്റെ കുട്ടി അവളുടെ പഠനത്തിൻ്റെ ഇടയിൽ വിനോദവേളകൾ ആനന്ദപ്രദമാക്കാൻ വേണ്ടി അവൾ കണ്ടെത്തിയ ഏരിയയാണ് കുക്കിംഗ്.
അവളുടെ കൊച്ചു മനസ്സിൽ തോന്നുന്ന ഐഡിയാസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ അവൾക്ക് അതൊരു ഊർജ്ജമായിരിക്കും. അപ്പം പറ്റാവുന്നവർ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഒരു ലൈക്കും സബ്സ്ക്രൈബും അവളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും അവൾക്കൊരു ഊർജ്ജമാണ്. താങ്ക് യു.